എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങൾ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നിലയിൽ വന്നു. കമ്മീഷന്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ് RBI നിലയിൽ വന്നത്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നിലയിൽ വന്നു. കമ്മീഷന്റെ ഔദ്യോഗിക പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. സ്ഥാപിത മൂലധനം 5 കോടി രൂപയാണ്. ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. ചിഹ്നത്തിൽ കടുവ, എണ്ണപ്പന എന്നിവയാണ് കാണപ്പെടുന്നത്. ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. സ്ഥാപിത മൂലധനം 5 കോടിയാണ്. ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. ചിഹ്നത്തിൽ കടുവ, എണ്ണപ്പന എന്നിവ കാണപ്പെടുന്നു. ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് 1949 ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി റിസർവ് ബാങ്കിനെ പ്രഖ്യാപിക്കുന്നത് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതും 1949 ഈ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ആസ്ഥാനം 1935 മുതൽ 1937 വരെ കൊൽക്കത്തയിലാണ് RBIയുടെ ആസ്ഥാനം. 1937 മുതൽ മുംബൈയിലാണ് RBIയുടെ ആസ്ഥാനം. കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് RBIയുടെ കടമയാണ്. നോട്ട് അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1 രൂപ ഒഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1 രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നിശ്ചിത മൂല്യം സ്വർണമോ വിദേശ നാണ്യമോ കരുതലായി സൂക്ഷിച്ചുകൊണ്ടാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. 1 രൂപയും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപയും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തി വായ്പ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സർക്കാരിൻ്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അതോടൊപ്പം സർക്കാരുകൾക്ക് വായ്പ നൽകുന്നു എന്നിവ റിസർവ് ബാങ്കിൻ്റെ പ്രധാന കർത്തവ്യങ്ങളാണ്. ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഉപദേശം നൽകുന്നു. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകുന്നു. ഇതിനാൽ RBIയെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.